ട്രാൻസ് വുമൺ എന്ന് പറയുന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന പരിഗണനയോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു പരിഗണനയാണ് അല്ലേ? അത് സമൂഹത്തിൽ തുല്യത, ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു സ്ത്രീ ഒരു പരാമർശമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വേടൻ്റെ വിഷയത്തിൽ എന്താണ് ഉണ്ടായത്. വേടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് 4-5 ആളുകളാണ് പരാതിയുമായിട്ട് പോയത്. എന്നിട്ട് എന്തായി? കോടതിയിൽ കേസ് പോയ സമയത്ത് കോടതിക്ക് കാര്യം മനസ്സിലായി. ഈ വന്നിരിക്കുന്ന ഇരകളുടെ ഉദ്ദേശം എന്താണെന്നും ഇര വിഴുങ്ങിയിട്ട് എവിടുന്നാണ് ഇര വിഴുങ്ങി വന്നിരിക്കുന്നതെന്നും എല്ലാം അവർക്ക് മനസ്സിലായി. അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്തില്ല, എല്ലാം അടപടെല്ലാം മൂഞ്ചുകയും ചെയ്തു. കോടതി കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞു കേസ് എടുക്കാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാനോ ഉള്ള നിയമമില്ല. വേടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വേടൻ അന്വേഷണ സംഘവുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും എന്നാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് വലിയൊരു സെൻസേഷണലായിട്ടുള്ളൊരു കേസായിരുന്നു അല്ലേ? പലരും ചർച്ച ചെയ്യപ്പെട്ട വേടനെ റാപ്പർ എന്നുള്ള പേരിൽ നിന്ന് മാറ്റി റേപ്പർ എന്നുള്ള പേരിലേക്ക് മാറ്റിയ വേടൻ്റെ പരിപാടികൾ തന്നെ ശിഥിലമാക്കി